എന്താണ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പാലക്കാട്ടെ സാഹചര്യം? പാലക്കാട് സാഹചര്യം നോക്കുമ്പോൾ ഇപ്പോൾ UDFിനാണ് ഇപ്പോൾ സാധ്യത കൂടുതൽ കാണുന്നത്. ജനങ്ങളിപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു, ഇപ്പൊ മാറി. ജനങ്ങളിപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. എല്ലാറ്റിലും പൊതുവെ ഇപ്പൊ എല്ലാം കൊണ്ടും എല്ലാ മേഖലയും തകർന്നു കിടക്കാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനങ്ങൾ ഇത് മാറി ചിന്തിക്കാൻ തുടങ്ങി. പല തരത്തിലും എല്ലാവർക്കും പല ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പൊ UDFിലേക്കാണ് വരാനുള്ള ജയിച്ചിരുന്നത്. ഇപ്പൊ ഇനി വരാൻ പോണത് ഇനിയിപ്പോ UDFിലേക്ക് വരാൻ പോണത്. പിഷാരടിയാണ് ഇതിലേക്ക് വരാനുള്ള മുൻതൂക്കം കാണുന്നത് ഇപ്പോ നിലവിൽ. രമേശ് പിഷാരടിക്കാണ് ഇപ്പൊ മുൻതൂക്കം. ഇന്നലെ കഴിഞ്ഞ ദിവസം വടക്കന്തറയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണല്ലോ മണ്ഡലത്തിൽ. എങ്ങനെയാണ് പൊതുവെ സാഹചര്യങ്ങളെ മാറ്റുന്ന തരത്തിലൊക്കെ ആ ചർച്ചകൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ആ ചർച്ച വലുതാക്കാനുള്ള ഒരു കാര്യമൊന്നുമില്ല. കാരണം ഇതിനെക്കാട്ട് വലിയ ചർച്ചകളൊക്കെ ഇവിടെ UDFിലൊക്കെ നടന്നതാണ്. ഇതൊരു സംഭവം ചെറിയൊരു സംഭവമാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ, അത് പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇത്ര വൈറലാക്കാനൊന്നുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഇതിന് വോട്ടൊന്നും നഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. അങ്ങനെ അതിനെ രാഷ്ട്രീയക്കാരെ ട്രെൻഡ് ഇപ്പൊ 3 പേർക്കും ട്രെൻഡാണ്. ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പൊ UDFിന്റെ മണ്ഡലമാണ് ഇത്. UDFിന്റെ പിഷാരടി കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷാഫി പറമ്പ് ജയിച്ചു, രാഹുൽ മാങ്കൂട്ടും ജയിച്ചു, ഇപ്പൊ പിഷാരടിയാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലമായിരിക്കും ഇത്. അപ്പൊ ആർക്കാണ് ഇതിൽ മുൻതൂക്കെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തത വരുന്നുണ്ടോ തെരഞ്ഞെടുപ്പ്? ഞങ്ങൾക്ക് ഇടതുപക്ഷം ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്കുകൂട്ടല്. ആഗ്രഹം മാത്രമല്ല, ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് ശക്തമായ പ്രചരണം ഇടതുപക്ഷം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ. NMR സൈലന്റ് ആയിട്ട് കളം പിടിച്ചോ? അല്ല, ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള വർക്കുകളും മറ്റുള്ള അപേക്ഷിച്ച് കുറെ വർക്കുകളൊക്കെ കൂടുതലായിട്ട് സ്ക്വാഡ് വർക്കും മറ്റുമായിട്ട് ഒരു നല്ല ഇതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം വരും എന്നുള്ളതാണ് ഞങ്ങളുടെ. വീക്ക് കാൻഡിഡേറ്റ് ആണ്, ഡീലാണ് എന്നതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലെ ആരോപണം. അത് മാറ്റി പരസ്പരമുള്ള ശക്തമായ മത്സരത്തിലേക്ക് എല്ലാവരും എത്തിയോ? അതെ, പൂർണ്ണമായിട്ടും ഇത്തവണ NMR റസാഖ് ജയിക്കാൻ തന്നെയാണ് ചാൻസ്. കാരണം പാലക്കാടുള്ള ഒരേ ഒരു സ്ഥാനത്ത് NMR റസാഖാണ്. പിന്നെ പാലക്കാട് തന്നെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. കച്ചവടക്കാരുടെ മുഴുവൻ പിന്തുണ പുള്ളിക്ക് തന്നെ കിട്ടും. പിന്നെ എന്തായാലും ഇത്തവണ വീണ്ടും 3ാം പിണറായി സർക്കാർ വരുന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പോൾ വെറുതെ ഒരു MLA വേറെ MLAക്ക് കൊടുത്ത് പാലക്കാട് പുറകിലേക്ക് പോകണ്ട, പാലക്കാട് മുന്നിലേക്ക് വരണം. പാലക്കാട് ഒരു 10 വർഷമായി ചത്തു കിടക്കണം, അത് മാറി മുന്നിലേക്ക് വരണം. അപ്പോൾ NMR തന്നെ ജയിക്കും. NMR ജയിക്കും.